സ്വന്തം കാര്യം മാത്രം ഭാരമായി കാണുന്നവർ ആത്മീയമായി വളർന്നിട്ടില്ലാത്തവരാണ്. അങ്ങനെയുള്ളവരുടെ ആത്മീയത ആഴമില്ലാത്തതാണ്. മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും ആത്മീയ വളർച്ചയ്ക്കും വേണ്ടിയുള്ള ഭാരം ആത്മീയ പക്വതയുടെ ലക്ഷണമാകുന്നു. ഇതാ ഇന്ന് നാം പഠിക്കുന്ന ഭാഗത്ത് തന്നെ അത് കാണാം. രോഗം മൂർച്ഛിച്ച് മരിപ്പാരായി കിടന്നിരുന്ന ഒരു പെൺകുട്ടി തൻ്റെ സഭയിലെ ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുവാൻ വന്നപ്പോൾ ആവശ്യപ്പെട്ട അസാധാരണമായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ വായിക്കുകയുണ്ടായി. ആ കുട്ടി തൻ്റെ സഭാ ശുശ്രൂഷകനോട് പറഞ്ഞു, സർ, ഞാൻ മരിക്കുവാൻ പോവുകയാണ്. മരണത്തിന് ശേഷം ഞാൻ എവിടെ പോകും എന്ന നിശ്ചയം എനിക്കുള്ളതിനാൽ ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. എന്നാൽ എൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ആത്മരക്ഷ പ്രാപിക്കുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ മാർഗത്തെക്കുറിച്ചും വേണം അങ്ങ് പ്രസംഗിക്കേണ്ടത്. അന്ന് എൻ്റെ പിതാവ് അത് കേൾക്കും. ഞാൻ അദ്ദേഹത്തോട് വളരെ പ്രാവശ്യം അത് പറഞ്ഞിട്ട് അദ്ദേഹം അതെടുക്കുന്നില്ല. അദ്ദേഹത്തിന് ഏറ്റവും വേദന അനുഭവപ്പെടുന്ന എൻ്റെ ശവസംസ്കാരത്തിൽ അദ്ദേഹം ആ ദൂത് കേൾക്കണം, ദൈവത്തെ അറിയണം. എത്ര വലിയൊരാഗ്രഹമില്ലേ? എനിക്ക് കഷ്ടം വന്നിട്ടാണെങ്കിലും മറ്റുള്ളവർ നിത്യനാശത്തിൽ പോകരുത് എന്ന ചിന്ത എത്ര ഉന്നതമാണ്. ഇതായിരുന്നു വിശുദ്ധ പൗലോസിൻ്റെ മനോഭാവവും. എപ്പോഴും സന്തോഷിപ്പീനെന്ന് പഠിപ്പിച്ച പൗലോസ്, എനിക്ക് സംഭവിച്ചതൊക്കെയും സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി എന്ന് സാക്ഷിച്ച പൗലോസ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്ന് പഠിപ്പിച്ച പൗലോസ്, റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നു, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടവിടാതെ നോവുമുണ്ട് എന്ന്. ആരെക്കുറിച്ചാണ് പൗലോസ് വേദനപ്പെടുന്നത്? ശ്രദ്ധിച്ചാട്ടെ, തന്നെ കൊല്ലുവാൻ പദ്ധതിയിടുന്ന തൻ്റെ സ്വന്തം ജാതിയിൽപ്പെട്ട തൻ്റെ സഹോദരങ്ങളെക്കുറിച്ച്. ഇങ്ങനെ മറ്റുള്ളവരെക്കുറിച്ച് ഭാരം തോന്നുന്നത് ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിലെ ദൈവീക പ്രവർത്തനം കൊണ്ടാകുന്നു എന്ന് ഞാൻ പറയട്ടെ. തൻ്റെ വേദന കൃത്രിമമല്ല എന്നതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സാക്ഷിയാണ് എന്ന് പൗലോസ് ഉറപ്പായിട്ട് ഇവിടെ പറയുന്നു. സത്യമല്ലാത്ത ആവേശം സുവിശേഷ വേലയിൽ ഇന്ന് ഒരുപാട് നാം കാണുന്നു. ആളുകളെ മതം മാറ്റുവാനും സഭാവിഭാഗം മാറ്റുവാനും സഭ വലുതാക്കി സാമ്പത്തിക ലാഭമുണ്ടാക്കുവാനും ഉപജീവന മാർഗമായും ഒക്കെ സുവിശേഷ വേല ചെയ്യുന്നവരുടെ ആവേശം കൃത്രിമമാണ്, ദൈവം അംഗീകരിക്കാത്തതാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ശക്തമായ സുവിശേഷം അറിയിക്കുക എന്നത് മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതായിരുന്നു പൗലോസിൻ്റെ ലക്ഷ്യം. അങ്ങനെ ഉണ്ടാകുന്ന വേദന ചെറുക്കാനാവാത്ത വിധം നമ്മിൽ വേദനയായി മാറുകയാണ്. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ഓരോ വിശുദ്ധൻ്റെയും ജീവിതത്തിൽ കണ്ടിട്ടുള്ള സത്യമത്രേ ഈ ആത്മഭാരം. ഡേവിഡ് ബ്രെയ്നാർഡ് എന്ന ഭക്തൻ ഇപ്രകാരം എഴുതി, ഞാൻ എവിടേക്ക് പോകേണ്ടി വരുന്നു എന്നത്, അവിടെ എങ്ങനെ ജീവിക്കുവാൻ കഴിയും എന്നത്, എന്തൊക്കെ അവിടെ സഹിക്കേണ്ടി വരും എന്നത്, ഇതൊന്നും ആത്മാക്കളെ നേടുക എന്നതിനേക്കാൾ ഏറെ എന്നെ ഭയപ്പെടുത്തുന്നില്ല. ഞാൻ ഉറങ്ങുമ്പോൾ അവരെ സ്വപ്നം കാണുന്നു, ഞാൻ ഉണരുമ്പോൾ എൻ്റെ ആദ്യ ചിന്ത അവരെക്കുറിച്ചാണ്. എത്ര മനോഹരമല്ലേ? പൗലോസിൻ്റെ ഭാരം തന്നെ നമുക്ക് ഈ റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്തു നിന്നും ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തെ സ്വയപരിശോധന ചെയ്യുവാൻ സഹായകമായ മനോഹരമായ ഈ ഭാഗം റോമാലേഖനം 9-ാം അധ്യായം. റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ മുഖ്യ ഭാഗത്താണ് നാം ഇന്ന് വന്നിരിക്കുന്നത്. ആദ്യത്തെ 8 അധ്യായങ്ങൾ ഉപദേശപരമായുള്ളതാണ്. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ വ്യവസ്ഥിതിയും 12 മുതൽ 16 വരെയുള്ള അധ്യായങ്ങളിൽ ഉത്തരവാദിത്വവും നാം കാണുന്നു. 1 മുതൽ 8 വരെയുള്ള ഭാഗത്ത് വിശ്വാസം എന്നതാണ് പ്രധാന വിഷയം, രക്ഷ. 9 മുതൽ 11 വരെയുള്ള ഭാഗത്ത് പ്രത്യാശ എന്നതാണ് പ്രധാന വിഷയം.
അല്ലെങ്കിൽ വേർപാട്. 12 മുതൽ 16 വരെ സ്നേഹത്തിനും അഥവാ ശുശ്രൂഷയ്ക്ക് പ്രാധാന്യം നൽകിയിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ രക്ഷയെ വിശാലമായ കാഴ്ചപ്പാടിലാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം മനുഷ്യജാതി മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പൗലോസ് പറഞ്ഞല്ലോ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന്. 3-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം. ഒരേ അടിസ്ഥാനത്തിൽ, അതായത് കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ദൈവം സകലർക്കും രക്ഷ ലഭ്യമാക്കി കൊടുത്തു. തുടർന്ന് 2-ാമത്തെ ഭാഗം ചിന്തിക്കുവാൻ പൗലോസ് അപ്പോസ്തലൻ തയ്യാറാകുന്നു. ഈ ഭാഗത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ചില സംഗതികളുണ്ട്. അവ: ഒന്നാമതായി മനഃശാസ്ത്രപരമായ കാര്യം, 2 ചരിത്രപരമായ സംഗതി, 3 ഉപദേശപരമായ കാര്യം. ഇവയാണ്. മനഃശാസ്ത്രപരമായ വസ്തുത പൗലോസ് അപ്പോസ്തലന്റെ വ്യക്തിപരമായ അനുഭവത്തെ സംബന്ധിക്കുന്നതാണിത്. 8-ാം അധ്യായത്തിനും 9-ാം അധ്യായത്തിനും ഇടയിൽ ഒരു വലിയ വിടവുണ്ട്. ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്തുവാൻ യാതൊന്നിനും കഴിയുകയില്ല എന്ന കാരണത്താലുള്ള സന്തോഷത്തിൻ്റെയും വിജയത്തിൻ്റെയും അനുഭവത്തോടെയാണ് 8-ാം അധ്യായം അവസാനിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ 9-ാം അധ്യായം നിരാശയുടെയും ദുഃഖത്തിൻ്റെയും സൂചനയോടെയാണ് ആരംഭിച്ചിരിക്കുന്നത്. വിഷയത്തിലുള്ള വ്യത്യാസം പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ടാക്കിയതായി കരുതാവുന്നതത്രേ. ഈ ഭാഗം പഠിക്കുമ്പോൾ വിശദമായി ഇക്കാര്യം നമുക്ക് കാണാവുന്നതാണ്. ചരിത്രപരമായ സംഗതി: പൗലോസിൻ്റെ കാലത്തുണ്ടായിരുന്ന പ്രത്യേകമായ സാഹചര്യത്തെയും പ്രശ്നങ്ങളെയുമാണ് ഇവിടെ പരിഗണിക്കേണ്ടത്. ഈ വസ്തുത പരിഗണിക്കുന്നതിൽ ആധുനിക വ്യാഖ്യാനം പരാജയപ്പെട്ടിട്ടുണ്ട്. ഇക്കാലത്തെ സഭ അധികവും ജാതികൾ ഉൾക്കൊള്ളുന്നതാണ്. യഹൂദന്മാരുടെ പശ്ചാത്തലം അധികവും വിസ്മരിച്ചു കളയുന്നു. പഴയ നിയമ വാഗ്ദത്തങ്ങൾ സഭയിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്ന് ജനം ചിന്തിക്കുന്നു. പഴയ നിയമ വാഗ്ദത്തങ്ങളുടെ അവകാശി സഭയാണെന്നും ദൈവം ഇസ്രായേൽ ജാതിയോടുള്ള തൻ്റെ പ്രവർത്തനത്തിന് സമാപ്തി വരുത്തിയെന്നും ഏകപക്ഷീയമായി ചിന്തിക്കുന്നവരുണ്ട്. ഇസ്രായേൽ ജനത്തോടുള്ള ദൈവത്തിൻ്റെ പ്രവർത്തനം അവസാനിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് തികച്ചും കുടുസായ ചിന്താഗതിയാണ്. ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? 11-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം അതാണ് കാണുന്നത്. ആ ചോദ്യത്തിന് പൗലോസ് അപ്പോസ്തലന്റെ മറുപടി ഒരു നാളുമില്ല എന്നാണ്. ഇസ്രായേൽ ജനത്തോട് ദൈവം ചെയ്ത വാഗ്ദത്തങ്ങൾ ആ ജനത്തിന് നിവർത്തിയാകുവാൻ പോകുന്നു എന്ന് പൗലോസ് ചൂണ്ടിക്കാണിക്കുവാൻ പോകുകയാണ്. ദൈവം ചില വാഗ്ദത്തങ്ങൾ സഭയ്ക്കും നൽകിയിട്ടുണ്ട് എന്നും ദൈവം ഇന്ന് യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ സഭ രൂപീകരിക്കുവാനായി വിളിച്ചു വേർതിരിക്കുന്നു എന്നും പൗലോസ് വ്യക്തമാക്കുന്നതത്രേ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ കാണുന്ന യെരുശലേം കൗൺസിലിൻ്റെ തീരുമാനവും ഇതുതന്നെയായിരുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 15-ന്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ആ തീരുമാനം നാം വായിക്കുന്നല്ലോ. ദൈവം തൻ്റെ നാമത്തിനായി ഒരു ജനത്തെ വിളിച്ചു വേർതിരിക്കുന്നു എന്ന കാര്യം യാക്കോബ് വളരെ വ്യക്തമാക്കുന്നു. ഈ പ്രവൃത്തി പൂർത്തിയാകുമ്പോൾ ദൈവം സഭയെ ഈ ഭൂമിയിൽ നിന്നും നീക്കുകയും ഇസ്രായേൽ ജനത്തിലേക്ക് വീണ്ടും തിരികെയും ചെയ്യും. എന്നാൽ അപ്പോഴും ദൈവത്തിന് അവരോടുള്ള പ്രവർത്തനം അവസാനിക്കുകയില്ല. ആ സമയം രക്ഷിക്കപ്പെട്ട സകല ജാതികളും ഇസ്രായേലിനോടൊപ്പം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുമെന്നും ദൈവരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുമെന്നും പറഞ്ഞിരിക്കുന്നു. ഇതത്രേ അവഗണിക്കുവാൻ കഴിയാത്ത ചരിത്ര വസ്തുത. ഇനിയും ഉപദേശപരമായ സംഗതി: വ്യവസ്ഥിതിയുടെ ശരിയായ വ്യാഖ്യാനവും ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശവും കാണിക്കുന്നതത്രേ ഇത്. ആദ്യത്തെ 8 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പാപം, രക്ഷ, വിശുദ്ധീകരണം എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിവരിച്ചു കഴിഞ്ഞു. അതായത് കൃപ മുതൽ മഹുദ്ധീകരണം വരെയുള്ള ഉപദേശത്തെക്കുറിച്ച് വിശദീകരിക്കുകയുണ്ടായി. ഈ യുഗത്തിൽ ജാതിക്കോ ആചാരത്തിനോ അനുഷ്ഠാനത്തിനോ ദൈവം മുൻപാകെ യാതൊരു പ്രാധാന്യവുമില്ല. മനുഷ്യനിൽ നിന്ന് ദൈവം അംഗീകരിക്കുന്ന ഒരേ ഒരു കാര്യം വിശ്വാസം മാത്രമാണ്. ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജാതിയുടെയോ സാഹചര്യങ്ങളുടെയോ പരിഗണന കൂടാതെ കരുണ ലഭ്യമാണ്. പഴയ നിയമത്തിൽ കാണുന്ന വ്യത്യാസങ്ങൾ തുടച്ചു മാറ്റുന്നതായി ഇവിടെ തോന്നാവുന്നതാണ്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അതിന് മറുപടി നൽകുവാൻ തുടങ്ങുന്നു. തൻ്റെ പതിവ് പോലെയുള്ള ചോദ്യവുമായി അവൻ ആരംഭിക്കുന്നു. ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഇല്ല എന്നത്രേ ഉത്തരം. സുവിശേഷം ആദ്യം യഹൂദന്
എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ലേഖനം ആരംഭിച്ചത് എന്ന വസ്തുത താങ്കൾ ഓർമ്മിക്കുന്നുവല്ലോ. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. കാലാനുക്രമമായി യഹൂദന്മാർക്കാണ് സുവിശേഷം ആദ്യം ലഭിക്കുവാൻ ഇടയായത് എന്നത്രേ ഇതിൻ്റെ അർത്ഥം. 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭാഗമാണ്. ഇവിടെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് പറയുന്നില്ല, എന്നാൽ ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. വേദപുസ്തകത്തിലെ പ്രവചന ഭാഗം ഇതത്രേ. 9-ാം അധ്യായത്തിൻ്റെ പഠനം നാം ആരംഭിക്കുന്നതോടെ ഇവിടെ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക. 10-ാം അധ്യായത്തിൽ ദൈവം ഇസ്രായേലിനോട് ഇപ്പോൾ ഇടപെടുന്നത് ഏത് വിധമെന്നും 11-ാം അധ്യായത്തിൽ ഒരു ജാതി എന്ന നിലയിൽ ഇസ്രായേലിനോടുള്ള ദൈവത്തിൻ്റെ ഭാവി പരിപാടിയെക്കുറിച്ചും നാം കാണുന്നതത്രേ. അവരുടെ പ്രത്യേക സവിശേഷതകൾ കൊണ്ടോ പ്രയത്നം കൊണ്ടോ അല്ല കഴിഞ്ഞ കാലത്ത് ദൈവം ഇസ്രായേലിനോട് ഇടപെട്ടത്. എന്നാൽ ദൈവം തൻ്റെ സ്വന്തം ഹിതപ്രകാരമാണ് സകലവും നിവർത്തിച്ചത്. ഇസ്രായേലിനോടും മറ്റ് സകലരോടും, എന്നോടും താങ്കളോടും ദൈവം കരുണയോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇനിയും ഇസ്രായേലിനെക്കുറിച്ചുള്ള നിർവചനം നാം കാണുന്നു 9-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. ക്രിസ്തുവിൽ ഞാൻ സത്യം പറയുന്നു, ഞാൻ കള്ളം പറയുകയല്ല. പരിശുദ്ധാത്മാവിൽ എൻ്റെ മനസാക്ഷിയും എനിക്ക് സാക്ഷി നിൽക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ ഔപചാരികമായ ഒരു മുഖവുരയാണിത് എന്ന് തോന്നാം. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ ഇതെഴുതുമ്പോൾ അവൻ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ ഒരു ശത്രുവാണ് എന്ന കുറ്റം ആരോപിക്കപ്പെട്ടവനായിരുന്നു എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കേണ്ടതത്രേ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ചു, പൗലോസിനെ കൊന്നുകളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന ശപഥം ചെയ്തു. ഞാൻ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല എന്ന് സാധാരണ ഉപയോഗിക്കാറുള്ള തൻ്റെ വാക്കുകൾ ഇവിടെ കാണുന്നു. തൻ്റെ സ്വന്തം ജനത്തെക്കുറിച്ചുള്ള ആവേശം ഈ ശ്രേഷ്ഠനായ അപ്പോസ്തലന് ഉണ്ടായിരുന്നത് നമുക്ക് അംഗീകരിക്കുവാൻ വിഷമമുള്ള കാര്യമാണ്. അവർ അവനെ തുടർച്ചയായി പീഡിപ്പിച്ചപ്പോഴും അവൻ്റെ ക്ഷമ അതിൻ്റെ വ്യക്തമായ സൂചനയത്രേ. ക്രിസ്തുവിനെക്കുറിച്ചും ക്രിസ്തീയത്വത്തെക്കുറിച്ചും അവൻ എപ്രകാരമാണ് ചിന്തിക്കുന്നത് എന്ന കാര്യം പൗലോസിന് അറിയാമായിരുന്നു. കാരണം ഒരിക്കൽ അവൻ തന്നെ അപ്രകാരം ചിന്തിച്ചവനായിരുന്നു. പൗലോസ് ഒരു പരീശനും പ്രമാണിയുമായിരുന്നു. തന്നെ പോലെ തന്നെ അവരും ക്രിസ്തുവിങ്കിലേക്ക് വരേണമെന്ന വാഞ്ച അവനുണ്ടായിരുന്നു. 3-ാം വാക്യത്തിൽ നാം കാണുന്നു, 9-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം: ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഒരിക്കൽ ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാരെ പോലെ ക്രിസ്തുവിനാൽ ഞാനും ശാപഗ്രസ്തനായിരുന്നു എന്നത്ര പൗലോസ് പറയുന്നതിൻ്റെ അർത്ഥം. ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് യാതൊന്നിനും എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് 8-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു കഴിഞ്ഞതേയുള്ളൂ. ഇപ്പോൾ പൗലോസ് പറയുന്നു, ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവുവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു എന്ന്. അത് പൗലോസിൻ്റെ വ്യർത്ഥമായ ആഗ്രഹമാണ്. പൗലോസ് തന്നെ അക്കാര്യം നമ്മോട് പറഞ്ഞിരിക്കുന്നു. അതിനാൽ പൗലോസ് ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒരിക്കൽ ഞാനും ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ സഹോദരന്മാരെ പോലെ ക്രിസ്തുവിൽ നിന്നകന്ന് ശാപഗ്രസ്തനായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. എനിക്ക് ശാപഗ്രസ്തനാവാൻ കഴിയുകയില്ലെന്നെനിക്കറിയാം. അവരും ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥയിൽ ആയിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ് പറയുന്നത്. ഇതേ ആഗ്രഹം മോശയും പ്രകടിപ്പിച്ചതായി പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 31-ഉം 32-ഉം വാക്യങ്ങളിൽ വായിക്കുന്നു. അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ, അയ്യോ, ഈ ജനം മഹാപാതകം ചെയ്തു, പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ. മോശയും ആഗ്രഹിച്ചത് തൻ്റെ ജനത്തിൻ്റെ നന്മയാണ്. ഇവിടെ പൗലോസും ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455.
ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. 4-5 വാക്യങ്ങൾ. അവർ ഇസ്രായേല്യർ, പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉദ്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഇസ്രായേല്യർ ആർ എന്ന ചോദ്യം പൗലോസ് ഉന്നയിക്കുന്നു. ഇസ്രായേല്യരെ തിരിച്ചറിയുന്നതിനുള്ള 8 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1, പുത്രത്വം. ഇത് വ്യക്തിപരമായ പുത്രത്വമല്ല, ദേശീയമായിട്ടുള്ളതാണ്. എൻ്റെ മകൻ എന്ന് ദൈവം വിളിച്ചിട്ടുള്ള ഒരേ ഒരു ജാതി ഇസ്രായേൽ ജാതി മാത്രമാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നീ ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യജാതൻ തന്നെ. നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഭൂതലത്തിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് ആവർത്തന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വിശ്വാസയോഗ്യമായ കാര്യമാണ് ആവർത്തനം 7-ന്റെ 6-ലും നാം കാണുന്നത്. വീണ്ടും ഹോശേയ 11-1 ദൈവം പറഞ്ഞു, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. എൻ്റെ മകൻ എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ജാതിയെക്കുറിച്ചാണ്, ഒരു വ്യക്തിയെക്കുറിച്ചല്ല. വേറെ യാതൊരു ജനത്തെക്കുറിച്ചും ദൈവം അപ്രകാരം പറഞ്ഞിട്ടില്ല. പുത്രത്വം ഇസ്രായേൽ ജാതിക്കുള്ളതാണ്. 2, തേജസ്. സമാഗമന കൂടാരത്തിലും പിന്നീട് ദേവാലയത്തിലും വെളിപ്പെട്ടിരുന്നത് പോലെയുള്ള ദൈവത്തിൻ്റെ ശാരീരികമായ സാന്നിധ്യമാണിത്. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടുള്ള ഒരേ ഒരു ജാതി ഇസ്രായേൽ മക്കളാണ്. ഇന്ന് ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം ഇല്ല എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഇസ്രായേൽ ജനത്തിന് മാത്രമേ ദൃശ്യമായ ദൈവിക സാന്നിധ്യം ലഭിച്ചിരുന്നുള്ളൂ. സഭയ്ക്കതില്ല. കാരണം ഓരോ വിശ്വാസിയിലും ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുകയും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് വസിക്കുന്ന ക്രിസ്തുവിനെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു എന്നതാണ്. 3, നിയമങ്ങൾ അഥവാ ഉടമ്പടികൾ. ദൈവം ഇസ്രായേൽ ജാതിയുമായി ചില നിയമങ്ങൾ ഉണ്ടാക്കി. അത് താൻ നിവർത്തിപ്പാൻ ഉദ്ദേശിക്കുന്നവയായിരുന്നു. അവയിലധികവും അവൻ നിവർത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. ദൈവം അവരെ സകല ജനത്തിനും അനുഗ്രഹ കാരണമാക്കും എന്ന് അരുളി ചെയ്തു. ദാവീദിന്റെ വംശത്തിൽ നിന്ന് ഒരുത്തൻ പുറപ്പെട്ടു വരുമെന്ന് ദൈവം ദാവീദിനോട് പറഞ്ഞു. അതെല്ലാം കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിയായിരിക്കുന്നു. ദൈവം ഇസ്രായേലിനോട് പല നിയമങ്ങൾ ചെയ്തു. അബ്രഹാമിനോടും ദാവീദിനോടും ഇസ്രായേൽ ജാതിയോടും എല്ലാം അവൻ നിയമം ചെയ്തു. അപ്രകാരം അവൻ വേറൊരു ജാതിയുമായും ഒരിക്കലും നിയമം ചെയ്തിട്ടില്ല. ഉടമ്പടികൾ അഥവാ നിയമങ്ങൾ ഇസ്രായേലിനുള്ളതാകുന്നു. 4, ന്യായപ്രമാണം. മോശയുടെ ന്യായപ്രമാണം ഇസ്രായേൽ ജനത്തിന് നൽകപ്പെട്ടതാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. ഇത് ഇസ്രായേൽ ജനത്തിനുള്ളതായിരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. മോശയുടെ ന്യായപ്രമാണം അവർക്ക് നൽകപ്പെട്ടതായിരുന്നു. 5, ആരാധന. സമാഗമന കൂടാരത്തിലെയും ദേവാലയത്തിലെയും ആരാധനയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അവർ പുരോഹിത രാജത്വം ആയിരിക്കണമായിരുന്നു. നിങ്ങൾ എനിക്കൊരു പുരോഹിത രാജത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. ഇസ്രായേൽ ജനം, ഇസ്രായേൽ ജാതി പരാജയപ്പെട്ടു. എന്നാൽ ദൈവം അവരെ പുരോഹിത രാജ്യത്വമാക്കണമെന്ന ഉദ്ദേശം ഉപേക്ഷിച്ചിട്ടില്ല. ദൈവം ലേവി ഗോത്രത്തെ എടുത്ത് അവർക്ക് ആദ്യം സമാഗമന കൂടാരത്തിലെയും പിന്നീട് ദേവാലയത്തിലെയും ആരാധനയുടെയും സംരക്ഷണത്തിൻ്റെയും ചുമതല നൽകി.
ഭാവിയിൽ സഹസ്രാബ്ദ വാഴ്ചയിൽ ഇസ്രായേൽ ജാതി വീണ്ടും ഭൂമിയിൽ ദൈവത്തിൻ്റെ പുരോഹിതന്മാർ ആയിരിക്കും. ആറാമതായി വാഗ്ദത്തങ്ങൾ. ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്ത വാഗ്ദത്തങ്ങൾ പഴയ നിയമത്തിൽ നിറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു. ദൈവം യോശുവയോട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് കടന്നു പോകുവിൻ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഇസ്രായേൽ മക്കൾ ദേശം അവകാശമാക്കേണ്ടതുണ്ടായിരുന്നു. കനാൻ ദേശം ഇസ്രായേൽ ജാതിക്ക് നൽകിയ ദേശമാണ്. ഇതുമാത്രമല്ല, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ദൈവം വളരെയേറെ വാഗ്ദത്തങ്ങൾ ചെയ്യുകയുണ്ടായി. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാകുന്നു എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്തു. വാഗ്ദത്തം ഈ ജനത്തിനുള്ളതായിരുന്നു. ഏഴാമതായി പിതാക്കന്മാർ. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെയാണ് ഇവിടെ പിതാക്കന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നതിൽ മുഖ്യമായും ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് തീർച്ചയായും ആ ജനത്തിനുള്ളതായിരുന്നു എന്ന കാര്യം ഞാൻ വിശദീകരിക്കേണ്ടതില്ലല്ലോ. അവരുടെ സന്താനമാകുന്നു ഇസ്രായേൽ ജനം. ഇനി എട്ടാമതായി മശിഹായ് ആയ ക്രിസ്തു. യേശു കർത്താവ് ജഡപ്രകാരം ഈ ഭൂമിയിൽ വന്നു. അവൻ ഭൂമിയിൽ വന്നപ്പോൾ ഒരു യഹൂദനായിരുന്നു. ശമരിയിലെ കിണറ്റിൻ്റെ കരയിൽ ഇരുന്നിരുന്ന ആ സ്ത്രീ അവനെ വിളിച്ചത് ഒരു യഹൂദൻ എന്നത്രേ. അവനെ ഇനിമേൽ ജഡപ്രകാരം അറിയുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് വളരെ ശ്രദ്ധിച്ചാണ്. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞു എങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല എന്ന് 2 കൊരിന്ത്യർ 5:16 നാം വായിക്കുന്നു. പൗലോസ് യേശുവിനെ ദൈവമായി തിരിച്ചറിഞ്ഞു. പൗലോസിന് അവൻ ദൈവവും മനുഷ്യനും കൂടിയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നല്ലോ, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ക്രിസ്തു ഒരു മനുഷ്യ ശിശുവായി ഇസ്രായേൽ ജാതിയുടെ ഇടയിലേക്ക് വന്നു. ശമരിയക്കാരത്തെ സ്ത്രീ അവനെ ഒരു യഹൂദനായി തിരിച്ചറിഞ്ഞു. ഞാൻ ഈ പറഞ്ഞ 8 കാര്യങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് അവിടുന്ന് മശിഹായായ ക്രിസ്തു ആകുന്നു എന്നുള്ളതത്രേ. മറ്റ് 7 കാര്യങ്ങളിലും അധികം പ്രാധാന്യം നാം ഇതിന് കൊടുക്കേണ്ടിയിരിക്കുന്നു. ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാനത്രേ അവൻ വന്നത് എന്ന് നാം വായിക്കുന്നു. എത്ര വലിയൊരു പദവിയാണ് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നത്. പക്ഷേ അവർ അത് അത്ര കാര്യമാക്കിയില്ല. തങ്ങൾക്ക് തോന്നിയ പ്രകാരം അവർ ജീവിച്ചു. സുഹൃത്തെ, ഈ സുവിശേഷം കേൾക്കുവാൻ താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തെ ഒരു പദവിയായി കാണുവാൻ കഴിയുന്നുണ്ടോ? അതെ, ഇതൊരു പദവിയാണ്, ഉത്തരവാദിത്വമുള്ള പദവി. ലഭിച്ച അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ നാം ഓർക്കണം. നമുക്ക് ഇത് കേൾക്കുവാൻ ലഭിച്ച പദവി തന്നെ എത്ര വലിയതാണ്, എത്ര വിലപ്പെട്ടതാണ്. ഈ പദവി ഒരിക്കലും നാം അങ്ങനെ സ്വാഭാവികമായി വന്നു എന്ന് മാത്രം ചിന്തിച്ച് അതിനെ ലാഘവ ബുദ്ധിയോടുകൂടെ കാണരുത്. പിന്നെയോ നമുക്ക് ലഭിച്ച ഒരു അസുലഭ അവസരമായി കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ഗൗരവമായി അതിനോട് നാം പ്രതികരിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിന് പദവി ലഭിച്ചു, എന്നാൽ അവർ അതിനെ വേണ്ട വിധത്തിൽ ഗൗരവമായി കാണാതിരുന്നത് കൊണ്ട് അവർ തന്നെ ശിക്ഷ വാങ്ങിക്കെട്ടി. ഇന്നത്തെ പഠനം ശ്രദ്ധിക്കുവാൻ നിങ്ങൾ കാണിച്ച താല്പര്യത്തിന് നന്ദി. ദൈവഹിതം അറിഞ്ഞ് മുൻപോട്ട് പോകുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. നാം പലപ്പോഴും നമ്മുടേതായ കാര്യങ്ങളിൽ കൂടുതൽ ദുഃഖിതരായി, കൂടുതൽ വിചാരപ്പെട്ടു പോകുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്ന ബോധം നമ്മുടെ പ്രതിസന്ധികളെ ലഘുവായി കാണുവാൻ നമ്മെ സഹായിക്കും. ഇന്നത്തെ പഠനത്തിലൂടെ നിങ്ങൾക്കതിനെ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും വേറൊരു വിഷയമായി വരാം. അതുവരെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം.